തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപകനെതിരായ പരാതിയിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. സാനിറ്ററി നാപ്കിൻ ഉയർത്തിപ്പിടിച്ച് പെൺകുട്ടികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അങ്ങനെ വകുപ്പ് മേധാവിയായ രമേശിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ആഷൻ ഡിയാഗോയുടെ കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, ഗുഡ് ഈവനിങ്. ആഷൻ ഡിയാഗോ, ഈ മാഷോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന വിഷയമായിരുന്നു. ഇതിപ്പോ ആകെ വഷളാക്കി. സൂചി കൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ടെടുത്തു അല്ലേ? പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ സംസാരിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിയിരുന്ന സമരം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട വലിയൊരു പ്രതിഷേധമായിരുന്നു കോളേജിൽ കാണാൻ സാധിച്ചത്. SFIയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയി. തുമ്പ പോലീസ് അടക്കം ഇവിടേക്ക് എത്തി, കടക്കൂട്ട പോലീസ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയാണ് നിലവിലിപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ സാനിറ്ററി പാഡുകൾ ഉൾപ്പെടെയുള്ളവ ഉയർത്തിക്കാട്ടി പെൺകുട്ടികളടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ താൽക്കാലികമായാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്? ബുധനാഴ്ച മാനേജർ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയോണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പറഞ്ഞിരുന്നു ഇന്ന് വൈകുന്നേരം 5 മണിക്കകത്ത് തീരുമാനം എടുക്കും, നിങ്ങളുടെ പരാതി കേൾക്കും, അതിലൊരു നടപടി ഉണ്ടാകും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു, എന്നിട്ടും ഇപ്പോഴാണ് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നത്. അധ്യാപകനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അധ്യാപകനെ ബുധനാഴ്ച വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ക്ലാസ് ഓൺലൈനായിരുന്നു. ഇന്ന് ക്ലാസ് ഓൺലൈനായിരുന്നു. അറിയില്ല, അറിയിച്ചിട്ടില്ല അതൊന്നും. ഈ തരത്തിലുള്ള സംസാരിക്കുന്ന ഏത് തരത്തിലാണ് നാളെ മുതൽ നമ്മൾ അധ്യാപകരെന്ന് വിളിക്കാൻ നമുക്ക് കഴിയുന്നത്? ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ വരുമ്പോഴത്തേന് ID കാർഡ് ഉണ്ടായിട്ട്, നിലവിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ID കാർഡായിട്ട് വന്നിട്ട് പോലും ക്യാമ്പസിനകത്ത് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല. ഗുണ്ട എന്ന രീതിയിലാണ് ഇവിടെ നിൽക്കുന്ന മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ ഇവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസിനകത്തു നിന്ന് ഇവിടുത്തെ നമ്മൾ സമരം ചെയ്യുന്ന SFIക്കാർ ആരും തന്നെ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ മാനേജ്മെന്റ് സൂചിപ്പിക്കുകയാണ്. എന്തായാലും അധ്യാപകനെതിരെ നടപടിയെടുക്കും അല്ലെങ്കിൽ മാറ്റി നിർത്തും എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഉറപ്പിന്മേലാണ് താൽക്കാലികമായി രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ സമരം, പ്രതിഷേധ സമരം ഇപ്പോൾ വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു അമലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. താങ്ക് യു. ആഷൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.